നമസ്കാരം. ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇതുവരെ ഹമാസും ഹിസ്ബുള്ളയും ഹൂത്തികളും ഒക്കെ ചെറുത്തുനിൽപ്പാണ് നടത്തിയിരുന്നതെങ്കിൽ അവരിപ്പോൾ ശക്തമായ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇസ്രായേലിനകത്തേക്ക് അവരുടെ ആക്രമണങ്ങൾ വ്യാപിപ്പിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഇന്നലെ ഇത്തരത്തിലുള്ള നിരവധി വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതായത് ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പ് ഇസ്രായേലിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമാനത്താവളത്തിനകത്തേക്ക് ആക്രമണം നടത്തി. ഡ്രോൺ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത്. ഹൂത്തികൾ ചെങ്കടലിൽ നിന്നും ഡയറക്റ്റ് എയ്ലാത്ത് നഗരത്തിലേക്ക് മിസൈലുകൾ വിക്ഷേപിക്കുന്നു. ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തുന്നു. ഇസ്രായേലിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. ഇസ്രായേലിനകത്തെ തന്ത്രപ്രധാനമായ പല സ്ഥലങ്ങളിലേക്കുമാണ് ഈ ആക്രമണങ്ങൾ നടന്നത്. എന്നാൽ ഇന്നും ഇസ്രായേലിനകത്തേക്ക് ആക്രമണങ്ങൾ നടന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇസ്രായേലിന് പുറത്തല്ല, ഇസ്രായേൽ ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ ആ ആക്രമണത്തെ ചെറുക്കുക മാത്രമല്ല, അവരുമായി മാത്രമല്ല ഏറ്റുമുട്ടലുണ്ടാകുന്നത്. ഇസ്രായേലിനകത്തെ വളരെ പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളിലേക്ക് ഇവിടെ ഹൂത്തികളും അതുപോലെ തന്നെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പും ഹിസ്ബുള്ളയുമൊക്കെ വ്യോമാക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ടെല്ലവീവിലെ ഒരു വൈദ്യുത ഉൽപാദന കേന്ദ്രത്തിലേക്ക് ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പ് ഒരു ആക്രമണം നടത്തിയിരിക്കുകയാണ്. വലിയ നാശനഷ്ടങ്ങൾ ഇസ്രായേലിലുണ്ടായി എന്ന് തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇസ്രായേൽ അൽഷിഫ ആശുപത്രിയിലേക്ക് നടത്തിയ സൈനിക നീക്കവുമായി ബന്ധപ്പെട്ട് നിരവധി ഹമാസിന്റെ പോരാളികളെ കൊന്നു എന്ന ഒരു അവകാശം, അത്തരത്തിലൊരു അവകാശവാദം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ അത് ശരിയല്ല എന്ന ഒരു പ്രതികരണം ഇപ്പോൾ ഹമാസിന്റെ ഭാഗത്തു നിന്നും വരികയാണ്. അതായത് അവർക്ക് പ്രതികരിക്കേണ്ടി വന്നിരിക്കുകയാണ്. ദൃശ്യങ്ങൾ സഹിതമാണ് ഹമാസ് പറയുന്നത്, ഞങ്ങൾ ശക്തമായ രീതിയിലുള്ള പോരാട്ടം നടത്തുകയാണ്, ഞങ്ങളെ ആക്രമിക്കാൻ വന്നവരെ ഞങ്ങൾ വെറുതെ വിടുകയില്ല, നിരവധി ടാങ്കുകൾ ഞങ്ങൾ നശിപ്പിച്ചു, അതുപോലെ തന്നെ അവരുടെ പല സൈനികരെയും ഞങ്ങൾ ഇങ്ങോട്ട് എടുത്തു, അത്തരത്തിൽ ശക്തമായ പോരാട്ടം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇസ്രായേൽ അവകാശപ്പെടുന്നത് പോലെ 90ഓളം വരുന്ന ഹമാസിന്റെ പോരാളികളെ കൊല്ലാനൊന്നും ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. ആ നീക്കവും പരാജയപ്പെട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ ഈ 90 പേരെ കൊന്നു എന്ന് പറയുന്ന വാർത്ത ഇസ്രായേലാണ് പുറത്തുവിട്ടത്. സാധാരണ രീതിയിൽ ഇസ്രായേൽ സത്യം പറയാറില്ല. അവർക്ക് വരുന്ന നഷ്ടങ്ങളെക്കുറിച്ചും അവർ വ്യക്തമായി പൊതുജനങ്ങളോട് പറയാറില്ല. നുണ മാത്രമാണ് പറയാറുള്ളത്. അഹങ്കാരം, അതായത് വീമ്പ് പറയുന്നതിന് വേണ്ടി ഇല്ലാത്ത കഥകൾ മാത്രമാണ് അവർ പലപ്പോഴും പ്രചരിപ്പിക്കാറുള്ളത്. നേരത്തെ അബൂ ഉബൈദക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്ന ഒരു വാർത്ത അവർ പ്രചരിപ്പിച്ചിരുന്നു. അതുപോലെ നിരവധി ഹമാസിന്റെ നേതാക്കന്മാരെ അവരെടുത്തു, അവർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നൊക്കെ അവർ നിരവധി വാർത്തകൾ അവരുടെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരുന്നു. അതെല്ലാം കളവാണെന്ന് പിന്നീട് വ്യക്തമായിട്ടുള്ളതാണ്. ഇവിടെ ഈ അൽഷിഫ ആശുപത്രിയുമായി ബന്ധപ്പെട്ട ആശുപത്രിയിലേക്ക് നടത്തിയ സൈനിക നീക്കം കഴിഞ്ഞ 2 ദിവസമായി ഞാൻ പറയുന്ന ഒരു വിഷയമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. അതായത് കൂടുതൽ ഇസ്രായേലിനകത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരവസ്ഥ ഈ ഒരൊറ്റ നീക്കത്തിലൂടെ ഉണ്ടായി എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ചതിച്ചു എന്നുള്ളതാണ്. അതായത് ചതിക്ക് ശക്തമായ തിരിച്ചടി കൊടുക്കണം എന്ന ഒരു നിലപാട് ഹമാസും അതുപോലെ തന്നെ സഖ്യകക്ഷികളും തീരുമാനിച്ചു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ശക്തമായ ആക്രമണങ്ങൾ ഇപ്പോൾ ഇസ്രായേലിലേക്ക് നടക്കുന്നു. ഇസ്രായേൽ വീണ്ടും പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതായത് അവരുടെ ആ ഒരു സ്വഭാവ ഗുണം കൊണ്ടാണ്, അതായത് ചതിക്കണമെന്നുള്ള ആ ഒരു ഉദ്ദേശം വെച്ച് എപ്പോഴും അത്തരത്തിലൂടെ മാത്രം വിജയം കാണാൻ കഴിയുമെന്നുള്ള അവരുടെ ആ ഒരു ചിന്തക്ക് ശക്തമായ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇവിടെ വ്യാജ വാർത്തകൾ ഒരുപാട് പ്രചരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ അത് വിശ്വസിക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ തീർച്ചയായും അത് പരിശോധിച്ചതിന് ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. എന്നാൽ ഞാൻ തള്ളുകയാണ്, ഇല്ലാത്ത കാര്യം പറയുകയാണ്, ഹമാസിനു വേണ്ടി വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ് എന്നൊക്കെ ചിലരൊക്കെ പല പ്രതികരണങ്ങളും ചിലരുടെ ഭാഗത്ത് നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. പറയുന്നവർ പറയട്ടെ, അതെനിക്ക് വിഷയമുള്ള കാര്യമില്ല. എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് വരും ദിവസങ്ങളിൽ ഈ പറയുന്നവർക്കും ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കും മനസ്സിലാക്കാൻ കഴിയും എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.